എല്ലാവർക്കും നമസ്കാരം. കുറേ കാലമായിട്ട് ഭാര്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സംഭവമായത് ഈ കുളിമുറിയിലെ ഈ വാഷിംഗ് മെഷീൻ എടുത്തിട്ട് അടുക്കള പുറത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ വിചാരിക്കൂ, ഇത് അടുക്കള പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് അത്ര വലിയ കുറേ കാലമായിട്ട് പറയേണ്ടത്, പെട്ടെന്ന് തന്നെ പുറത്തെടുത്ത് വെക്കണ്ടേ, അത്രയല്ലേ ഉള്ളൂ. അല്ല, ഇത് വെക്കണ്ടെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം ആദ്യം. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനാണെങ്കിലോ പുറത്തുനിന്ന് ആരെങ്കിലും പണിക്കാരെയും കൂട്ടണം. ഈ ഒരു ചെറിയ പണിക്ക് ആരെങ്കിലും വിളിച്ചാൽ ആരെങ്കിലും വരുമോ? വരില്ല. വലിയ പണിക്ക് വിളിച്ചാൽ തന്നെ ആരും വരുന്നില്ല, പിന്നെ ഈ ചെറിയ പണി. അപ്പോൾ നമുക്കാണെങ്കിൽ ലീവുള്ള ദിവസം എന്തെങ്കിലും പണികളുണ്ടാവും, വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇവളെപ്പോഴും പറഞ്ഞു കൊടുക്കുക, ഇതൊന്ന് പുറത്ത് വെച്ചാൽ അമ്മയ്ക്കിത് നടക്കണ്ടേ. അങ്ങനെ ഒരു ദിവസം ഞാൻ വിചാരിച്ച് ഏതായാലും ഒരു ലീവുള്ള ദിവസം ഇതിനങ്ങ് മെനക്കെട്ടിട്ട് അങ്ങ് ഇറങ്ങി. അപ്പോൾ കല്ല് എൻ്റെ അടുത്ത് ഓൾറെഡി കുറച്ചുണ്ട്, പിന്നെ പൂഴിയുണ്ട്. അപ്പോൾ പിന്നെ വേണ്ടത് ബാക്കി സിമെൻ്റാണ്. അപ്പോൾ നേരെ സിമെൻറ്റ് വിൽക്കുന്ന പിടിയിലേക്ക് പോയിട്ട് ഒരു 10 കിലോ സിമെൻ്റ് അങ്ങ് മേടിച്ച് അത് വാങ്ങിച്ച് നേരെ വന്ന്, പിന്നെ ഈ കല്ല് ഒരു 8 കല്ല് അത്രേ വേണ്ടി വന്നിട്ടുള്ളൂ. ഒരു 8 കല്ല് സ്വന്തം തന്നെ അതെങ്ങനെയല്ലോ ചുമന്ന് ഇവിടെ കൊണ്ടിട്ട്, പിന്നെ പൂഴി കുറച്ച് വേണ്ടി വന്നു. അതായത് പണ്ടാരോ പറഞ്ഞൊരു കണക്കുണ്ട്, അതായത് ഒരളവ് സിമെൻറ്റിന് 3 അളവ് പൂഴി. ആ ഒരു ലെവലിൽ അങ്ങ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങ് കുഴച്ചെടുത്ത് എന്നിട്ടങ്ങ് പണി അങ്ങ് തുടങ്ങി. അപ്പോൾ നിങ്ങളെ കൂടുതൽ പഠിപ്പിക്കുന്നില്ല ഞാനിപ്പോൾ എന്താണെന്ന് ചെയ്യുന്നു. ഇതിപ്പം ചിലപ്പോൾ ആൾക്കാരോടൊക്കെ നിങ്ങളോടൊക്കെ പറയുമായിരിക്കും, ഇങ്ങനെ എന്തെങ്കിലും പിന്നെ കല്ല് കെട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാക്കാനോ, അല്ല വീട്ടിൽ നിന്ന് ഇങ്ങനെ ഭാര്യമാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തെങ്കിലും പണികളൊക്കെ. അപ്പോൾ ഇതേപോലെയുള്ള പണികൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, വളരെ ഈസിയാണ്. പക്ഷെ എന്നാലും കുറച്ച് മെനക്കേടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനെന്താ ചെയ്യുന്നത് ഏകദേശം നിങ്ങളൊന്ന് നോക്കിയിട്ടൊന്ന് പഠിക്ക് കേട്ടാ. ഏകദേശം തീരാനായിപ്പോയി, ഇനി കുറച്ച് ബാക്കിയുണ്ട് കണ്ടാ. ഇപ്പം ഏകദേശം ഈ ഒരു പരുവത്തിലാക്കിയെടുത്ത് ഇനി എന്താ വേണ്ടത്, ഇതിന് നനക്കണം, ഒരു 2-3 ദിവസം നനക്കണം. നനച്ച് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഞായറാഴ്ചയാണ് ഒഴിവ്, ഞായറാഴ്ച വാഷിംഗ് മെഷീൻ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. അങ്ങനെ ഇന്ന് ഞായറാഴ്ചയായി. അപ്പോൾ നമ്മളെ മെഷീൻ ഇപ്പം കുളിമുറി തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കെട്ടിയ പ്ലാറ്റ്ഫോം നല്ല വെള്ളമൊക്കെ നനച്ച് നല്ല ഉറച്ച് നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത് ഇന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ വെക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് കച്ചറയൊക്കെ എല്ലാം ഉണ്ട്, അതെല്ലാം ഒന്ന് പൊടി തട്ടിയിട്ട് അത് വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും വാഷിംഗ് മെഷീൻ ഇതാ ഞാൻ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ വെച്ചു. കുഴപ്പമൊന്നുമില്ല, പ്ലാറ്റ്ഫോം നല്ല ഭംഗിയായിട്ട് തന്നെ, ഒന്നും മിസ്റ്റേക്കൊന്നുമില്ല, ചെയ്തതെല്ലാം നല്ല ക്ലിയർ ആയിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ അതിലിടയ്ക്ക് വേറെ ഒരു പണിയും കൂടി ഞാൻ വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തുനിന്ന്, അതായത് നമുക്ക് ഷെയ്വൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിറർ പുറത്ത് ഒന്ന് സ്ഥാപിക്കുക. അപ്പോൾ ഒരു മിററും മിററിനോടനുബന്ധിച്ച് ഒരു ലൈറ്റും ഒക്കെ. സാധാരണ പുറത്തുനിന്നാണ് ഷെയ്വ് ചെയ്യാറ്. അപ്പോൾ വാഷിംഗ് മെഷീൻ വെച്ച ആ ഒരു സ്ഥലത്താണ് മിറർ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് മാറ്റി പിന്നെ കുറച്ച് നല്ല ഒരു വലിയൊരു മിററിനെ വാങ്ങിച്ചു.
അപ്പോൾ അതവിടെ ഇത് ഞങ്ങളെ പൂച്ചക്കുട്ടികളാണ്. അപ്പോൾ അവർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അവരിത് ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമ്മളെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. ഉണ്ടാ നമ്മളെ സ്വന്തം പൂച്ചകളാണ്, 2 ആളുണ്ട്. അപ്പോൾ അങ്ങനെ മിറർ ഇവിടെ അങ്ങനെ അതിന് വേണ്ടിയുള്ള ഡ്രില്ലറിലിട്ട് മറ്റേ ഇത് ത്വരയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതും കൂടി ഇതിനോടനുബന്ധിച്ച് ചെയ്തു. അതും കൂടി നമുക്കൊന്ന് കാണാം.